ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നോർത്തും തേറും കൂടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് വരുമായിരുന്നു കോളേജിലോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ഹില്ല് വന്ന് കാറിൽ നേരെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ സീനായിരുന്നു. അപ്പോൾ നോർത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന്, എന്താ ഗായ്സ്, എന്താ ഇങ്ങനെ വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ വന്ന്, നീ എന്താ ചങ്കായി ഇങ്ങനെ നിന്നെ പിക്ക് ചെയ്യാൻ വന്ന്, നീ എങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന പറയുന്നത്? എടാ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാനെന്ത് പറയാനാ. അപ്പോൾ നമ്മുടെ ഹില്ല് നേരെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ഹിൽ നിങ്ങളിവിടെ? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാ. ഇല്ല, നിങ്ങൾക്ക് തിരക്കായിരിക്കും, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിക്കൊണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആണോ അങ്ങനെ പറഞ്ഞിട്ട് ഹില്ല് വന്നിട്ട് നമ്മൾ നോർത്തിന് നോക്കുന്നത്. അപ്പോൾ നോർത്ത്, ഹലോ പി ഹിൽ അങ്ങനെ പറഞ്ഞിട്ട്, നീ ഇപ്പോൾ വരാം നൂറ് ഒറ്റ ഓട്ടം അവിടെ നിന്ന് വെച്ചു. ഒറ്റ ഓട്ടം, അതായത് അത്ര വേഗത്തിലാണ് അവന് പോകുന്നത്. അപ്പം ഹില്ല് പറയുന്നത് എന്നോട്, നിൻ്റെ ഫ്രണ്ട് ബിസിയായിട്ട് വന്നു, ഇനി നിനക്ക് എൻ്റെ കൂടെ വരാമല്ലോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ട്, എനിക്കറിയാം പോകാനെ. സാറില്ല, ഞാൻ കൊടുത്തു പോകാം. ഇല്ല, ഞാൻ പോയിക്കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. ഇല്ലാന്നേ. അപ്പോൾ നമ്മൾ തേറില്ല എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഹില്ല എന്താ കാട്ടിങ്ങെന്ന് വെച്ചാൽ അവൻ്റെ കൈയും പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുപോയി കാറിൽ കൊണ്ടുവരുത്തുന്നുണ്ട്. അപ്പോൾ കാറിൽ കൊണ്ടുവരുത്തുമ്പോൾ നമ്മുടെ തേർ വന്നിട്ട് നോർത്തിന് ചെയ്ത്, എടാ തെണ്ടി കാലമാടാ, നീ ഒറ്റയെടുത്തും കാരണമാടാ എനിക്ക് ഈ അവസ്ഥ അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹില്ലും തേറും കൂടെ ക്യാമ്പസിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹില്ല് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലേ, നീ ചെയ്യില്ലേ? എനിക്കിഷ്ടമാണ്, ഞാൻ ചെയ്യുന്നവർക്കുണ്ട്. ഓക്കെ, നീ ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടുണ്ടോ? ഞാൻ ചെടീൻ്റെ അതിനൊക്കെ എടുക്കും, അല്ലാതെ വലിയ പ്രൊഫഷണലായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആണോ? നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള, ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റി പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നത്, നീ വേണം വന്നെടുക്കാൻ. ഇല്ല, ഞാൻ ഇതുവരെ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു വലിയ എന്താ പറയുക കോൺഫിഡൻസ് ഒന്നും ഇല്ല. പക്ഷേ നീ എടുക്കില്ല, നിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ മനുഷ്യന്മാരൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്തെന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ റാൻഡമായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടെന്നല്ലാതെ വലിയ പ്രൊഫഷണലായിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് വിശ്വാസമാണ് നിന്നെ അങ്ങോട്ട് പറ്റുമെന്നുള്ളത്. അങ്ങനെ അവിടെ ഉണ്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഇതിൽ ചോദിക്കേണ്ടത് എന്നോട്, ശരി ഓക്കെ, ഞാൻ നിന്നെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? എന്നെ നിങ്ങൾ ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഓ, ഇനിയും നിനക്ക് ലൈബ്രറി പോകുന്ന ശീലം മാറിയിട്ടില്ല, നീ ഇപ്പോഴും അതേപോലെ തന്നെ. എന്തെന്ന്? അങ്ങനെ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഫ്ലാഷ് ബാക്കിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹില്ലിരുന്ന് ലൈബ്രറിയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേറോടക്ക് കയറി വരുന്ന ലൈബ്രറിയിലൂടെ നമ്മുടെ ഹില്ലിനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ നേരെ ലൈബ്രറീൻ്റെ അടുത്ത് പോയിട്ട്, ഹലോ, നിങ്ങൾക്ക് ഞാൻ എന്താ ഹെൽപ്പിങ് ചെയ്യണോ? ഓക്കെ, ഈ ബുക്കൊക്കെ നീ അവിടെ കൊണ്ട് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ തേർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബുക്കൊക്കെ അവിടെ കൊണ്ട് വെക്കുന്നത്, പക്ഷേ മൂപ്പര് സെറ്റ് അടിച്ചുകൊണ്ടാണ് കൊണ്ട് വെക്കുന്നുണ്ട് നമ്മുടെ ഹില്ല. അങ്ങനെ നമ്മുടെ ഹില്ല അവിടെ പഠിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അപ്പോൾ അവൻ്റെ ഒരു ബുക്ക് മറന്നു വെക്കുന്നുണ്ട്. നമ്മുടെ തേർ ആ ബുക്ക് എടുത്തിട്ട് അവൻ്റെ പേര് വായിച്ചു വെക്കും. ഹില്ല് അടുത്ത ദിവസം ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേർ അവിടെ പോയിരുന്ന കുറച്ച് നേരം സെറ്റ് അടിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിനുള്ള ഒരാളെ വിളിച്ചിട്ട്, ഈ ബുക്കൊന്ന് നീ അവർക്ക് കൊടുക്കുമോ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ശരി ഓക്കെ, ഇതെങ്ങനെയാണ് ലൈബ്രറിയിൽ മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ തേർ അവിടെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ തേർ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഹില്ല് പുറകിലേ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് നിൽക്കുമോ ചോദിക്കണം. പറയാം, എന്താണ്? താങ്ക്സ് ബുക്കാണ്. ഓ, എനിക്കറിയാം നിങ്ങളതാണ്, കാരണം ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ അവിടെ കാണാറുണ്ട് ലൈബ്രറിയിൽ. ആണോ? അങ്ങനെ പറഞ്ഞോ, നീ എന്നെ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ എന്ന് പറയുന്ന ഒരു കള്ളച്ചിരി നമ്മുടെ ഹില്ലിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. നിങ്ങളെനിക്ക് ബുക്കൊക്കെ കൊടുത്തു തന്നതല്ലേ, നമുക്കൊരു എന്തെങ്കിലും കഴിച്ചാലോ, എൻ്റെ കൂടെ വരുമോ? അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, ഇതൊരു ചെറിയ കാര്യമല്ലേ? ഇല്ലല്ല സാരമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹില്ല് വന്നിട്ട് തേറിനെ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, എനിക്കങ്ങനെ തന്നെ കൊക്ക മാത്രമേ ഇഷ്ടമാണ്, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കും. കുഴപ്പമില്ല വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കോക്ക കഴിക്കാൻ വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കോക്ക കുടി വാങ്ങിയിട്ട് പുറകിലോട്ട് പോകും. അങ്ങനെ കൊക്ക വാങ്ങിയിട്ട് അവർ രണ്ടുപേരും വെളിയിലോട്ട് വരികയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ. അപ്പം അവർ ദൂരത്തുനിന്ന് ഒരു ഗ്രാൻഡ് പാ നോക്കുന്നുണ്ട്. ആ ഗ്രാൻഡ് പാനോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ ഗ്രാൻഡ് പാക്ക് അവർ രണ്ടുപേരെയും കാണുമ്പോൾ. അപ്പോൾ ആ ഗ്രാൻഡ് പാൻ്റെ അസിസ്റ്റൻറ്റ്, ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ? ഇല്ല വേണ്ട, നമുക്ക് തിരിച്ച് പോകാം അങ്ങനെ പറയുന്നത്. ഇല്ല, സ്കൂള് കഴിഞ്ഞു, നമുക്ക് ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ല, ഇനി അവരെ കൂട്ടിയിട്ട് പോല. വേണ്ടാന്നല്ലേ പറഞ്ഞത്, കാർ എടുക്കാം, നമുക്ക് പോകാം അങ്ങനെ പറഞ്ഞാൽ ആ ഗ്രാൻഡ് പാ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ കൊക്കൊക്കെ കഴിച്ച് വരുന്ന സമയത്ത് നമ്മുടെ തേർ ചോദിക്കുന്നുണ്ട് ഹില്ലിനോട്, നിങ്ങൾക്ക് ഇത് സ്വീറ്റാണ് ഇഷ്ടം? അപ്പോൾ തേർ ഹില്ല് പറയുന്നത്, എനിക്ക് അങ്ങനെ സ്വീറ്റൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ തേർ പറയുന്നത്, അല്ല തേർ എന്താ പറയുക, മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നു, മധുരമൊക്കെ രസമല്ലേ ജീവിതത്തിൽ, എപ്പോഴെങ്കിലും മധുരമൊക്കെ എൻജോയ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ ഹില്ല് പറയുന്നുണ്ട്, ശരി, നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് കാര്യം അറിയാം, എൻ്റെ മമ്മി ഓണായിട്ട് ഒരു കഫേ റൺ ചെയ്യുന്നുണ്ട്, അതിൽ ഫുൾ സ്വീറ്റ്സ് മാത്രമാണ്, നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. ശരി, നിങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ കഫേ ഉണ്ട്, നിങ്ങൾ വന്ന് ഒരു ദിവസം വരണം. ശരി ഓക്കെ, ഞാൻ വരാമെന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹില്ല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വേണമെന്ന് വെച്ചാൽ നമ്മുടെ തേറിനെ തെരഞ്ഞിട്ട് തന്നെയാണ് അവൻ്റെ മമ്മീൻ്റെ കഫേ വന്നിട്ട് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. കണ്ടുപിടിച്ച് അവൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ തേറിനെ കാണുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മേനോട് നേരെ പോയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യും. ശരി, എൻ്റെ മോൻ എപ്പോഴും പറയാറുണ്ട് കൊക്കോ കേക്ക് ഭയങ്കര രസമാണെന്ന്, നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ടോ ചോദിക്കാം. ശരി ഓക്കെ,
തേറ് ചോദിക്കും, ഓ നീ തേറിൻ്റെ ഫ്രണ്ടാണോ? അതെ, ഞാൻ അവരെ സീനിയറാണ്. ശരി, ഒരു മിനിറ്റ് എന്നൊക്കെ ഞാൻ തേറിനെ വിളിക്കുന്നുണ്ട്. അവരമ്മ പോയി തേറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തേറ് വന്നതിന് ശേഷം, ഓ നിങ്ങൾ വരും, ഞാൻ ഹോസ്പിറ്റലിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഹില്ല് പറയും, നീയല്ലേ ക്ഷണിച്ചേ, നീ ക്ഷണിച്ചിട്ട് ഞാൻ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. പിന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആ കൊക്കോ കേക്കും കൊക്കോയും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു സ്വീറ്റ് മൊമെൻറ്റോടെയാണ് ഫ്ലാഷ് ബാക്ക് തീരുന്നത്. അതോടെയാണ് ഈ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് അവർ രണ്ടുപേരും ക്യാമ്പസിലോട്ട് വന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഹില്ല് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? തേറ് പറയുന്നുണ്ട്, എനിക്ക് വല്ല കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, ഉണ്ട്. അന്ന് പിന്നെ ചെയ്ത് നോക്കി, എനിക്ക് നിൻ്റെ മേലെ നല്ല വിശ്വാസമുണ്ട്, നീ ബെസ്റ്റാണ്. ആണോ, എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം അങ്ങനെ പറയുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ